കണ്ണൂർ തലശ്ശേരി പാറാലിൽ സിപിഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം. പാറയിലെ സ്വദേശികളായ സുജനേഷ്, സുബിൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മാഹി ചെമ്പ്രയിൽ നിന്ന് ആയുധവുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നതിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ? നിഖിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. നിഖിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഈ സിപിഎം പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ എന്ന് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസ് അടക്കം എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ആരാണ് അക്രമം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിലേക്ക്, രാഷ്ട്രീയപരമായ ആരോപണത്തിലേക്ക് നിലവിൽ സിപിഐഎം പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മാഹിയിൽ നിന്ന് എത്തിയ ആയുധങ്ങളുമായി എത്തിയ സംഘമാണ് അക്രമം നടത്തിയത് എന്നാണ് ഇപ്പോൾ സിപിഐഎം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഈ മേഖലയിൽ നിലനിന്നിരുന്നു. സിപിഐഎം പ്രവർത്തകർക്ക് നേരെയും ബിജെപി പ്രവർത്തകർക്ക് നേരെയും ചെറിയ തോതിലുള്ള അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി പാറാലിൽ സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുജനേഷ്, സുബിൻ എന്നിവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സുബിന്റെ തലക്കും കഴുത്തിനും പരിക്കേറ്റു. സുജനേഷിന്റെ കൈയെല്ല് പൊട്ടിയിട്ടുണ്ട്. തലയ്ക്ക് വെട്ടേറ്റ നിലയിലുമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് മാഹി മേഖലയിൽ ഇത്തരത്തിൽ ചെറിയ സംഘർഷങ്ങൾ ഉടലെടുത്തത്. ഈ രാഷ്ട്രീയമായി സംഘർഷങ്ങൾ ചെറിയ തോതിൽ തുടങ്ങിയാൽ പോലും അത് വലുതാകാൻ വലിയ സാധ്യതയുള്ള മേഖല എന്ന നിലയിൽ വലിയ ജാഗ്രത പോലീസ് പ്രദേശത്ത് പുലർത്തി വരുന്നുമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിജെപി പ്രവർത്തകന്റെ വീടിന് ബോംബെറിഞ്ഞ സംഭവം, ഒപ്പം വിജയാഹ്ലാദത്തിനിടെ മാഹി ചെറുകല്ലയിലെ സിപിഐഎം ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമം, ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് മേഖലയിൽ പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നയന, അതായത് ഈ ഒരു സംഭവം നടന്നത് എപ്പോഴാണ് എന്നൊരു കൃത്യമായ ഉത്തരമുണ്ടോ? ഒപ്പം തന്നെ സംഭവ സ്ഥലത്ത് നേരത്തെ തന്നെ ചെറിയ രീതിയിലുള്ള സംഘർഷം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് അതിനുള്ള കൃത്യമായ ഒരു കാരണം? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നോ പോലീസിന്? നയന, ഇന്നലെ രാത്രി 9:40 സുജനേഷിനും സുബിനും നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമങ്ങൾ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ആക്രമങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ഉണ്ടായ കല്ലേറ്, ഒപ്പം സിപിഐഎമ്മിന്റെ ചെറുകല്ലായിലെ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമം, അത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെയായിരുന്നു. ഇങ്ങനെ ചെറിയ അക്രമ സംഭവങ്ങൾ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം കൃത്യമായ നടപടിയെടുത്ത് പോലീസ് മുന്നോട്ട് പോകുന്നുമുണ്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ പ്രദേശമുള്ളത്. കാരണം ഈ പ്രദേശത്തിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് അതാണ്. ചെറിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടാൽ പോലും അത് വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളായി മാറുന്ന ഒരു സാഹചര്യം കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു മേഖല എന്നതിനാൽ അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. തലശ്ശേരി പാറാലിലാണ് സിപിഎം പ്രവർത്തകരെ നേരെ ആക്രമണമുണ്ടായത്. പാറാലിൽ സ്വദേശികളായ സുജനേഷ്, സുബിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നൽകിയത്.